എല്ലാവർക്കും നമസ്കാരം. ഇതിന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം ലോകം അങ്ങനെയാണ് എന്ന ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല, 1 മണിക്കൂറോളം നീളമുള്ള ആ ഷോർട്ട് ഫിലിമിൽ 55-ലേറെ ആൾക്കാർ അഭിനയിക്കുകയും ആ അഭിനയിക്കുന്നവർ വളരെ മികവുറ്റ അഭിനേതാക്കൾ തൊട്ട് പുതുമുഖങ്ങളെ വരെ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിച്ച ആ ഷോർട്ട് ഫിലിമിൽ അനേകം സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. മയക്കുമരുന്നും മദ്യത്തിനും എതിരെയുള്ള ശബ്ദമുയർത്തൽ, അതുപോലെ തന്നെ മാതാപിതാക്കളെ മറന്ന് പ്രായപൂർത്തിയായാൽ ഉടനെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കുമാരന്മാർക്ക് സംഭവിക്കുന്ന വിപത്ത്, അതുകൂടാതെ വളരെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പുരുഷ പീഡനത്തിനെ കുറിച്ചുള്ള അവരുടെ ആ ഒരു ദുഃഖവും കൂടി ഈ ഷോർട്ട് ഫിലിമിൽ ഹൈലൈറ്റ് ചെയ്ത് ആദ്യമായിട്ട് അങ്ങനെ അത്തരത്തിലുള്ളൊരു ഷോർട്ട് ഫിലിം ഇറക്കുകയാണ് ചെയ്തത്. ഇത് ഇന്നലെ യൂട്യൂബിൽ ലോഞ്ച് ചെയ്യുകയും വൻ വിജയത്തോടു കൂടി അത് എല്ലാവരും കാണുകയും കമൻസ് പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈറൽ സിനിമയെ പോലെ തന്നെ അത് ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുള്ളവരും പങ്കാളികളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ ഒത്തുകൂടിയതാണ് ഇന്നിവിടെ ഈ ബീച്ചിൽ. അങ്ങനെ ഞങ്ങളുടെ ഈ ബന്ധം ആ ഒരു സിനിമ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി മേലിലും തുടർന്ന് ഓരോ പരിപാടികളും ഓരോ പ്രോജക്റ്റുകളും ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒത്തുകൂടുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ്. ലോകം അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു പഴയ കാലനടിയാണ്. 39 വർഷമായ സിനിമയിൽ എൻ്റെ പേര് ടി ഉഷ എന്നാണ്. ജസീന്ത മോറിസ് സംവിധാനം മുതൽ കൊണ്ട് നിർമ്മാണം മുതൽ കൊണ്ട് സകല മേഖലയും തൊട്ടുപോയ ലോകം അങ്ങനെയാണ് എന്ന സിനിമയിലെ ഒരു സുപ്രധാന കഥാപാത്രം ചെയ്ത മുത്തശ്ശിയല്ല 4 തലമുറ കാണിക്കുന്നുണ്ട്. അതിൽ വളരെ എന്താ പറയുക, ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു അമ്മുമ്മ, മുത്തശ്ശി, ഈ ഒരു 3 കാറ്റഗറിയിലും അവരുടെ ആ ഭാവങ്ങൾ അതിൽ പിന്നെ മറയുന്നുണ്ട്. കഥ തന്നെ അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അവരെ നമ്മൾ എന്ത് തന്നെ കൊടുത്ത്, ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും എന്ത് കൊടുത്തും നമ്മൾ അവളെ അല്ലെങ്കിൽ മക്കളെ പോറ്റി വളർത്തിയാലും ആ മക്കൾ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നമ്മളെ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ അത് എത്രമാത്രം ഉണ്ടെന്ന് ആ സിനിമയിലെ എനിക്കും എൻ്റെ ഭർത്താവായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനും ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആ സിനിമ കൈകാര്യം ചെയ്ത ഒരു തീം, അതും വളരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല ഇതിൻ്റെ ക്ലൈമാക്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഒരു യൂട്യൂബിൽ ഇന്ന് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ് ആയ ആളുകൾ കണ്ട് പോകുന്നുണ്ട്, വളരെ ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു വേഷം എന്നെ വിളിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പഴയ സുഹൃത്താണ് ജസീന്ത മോറിസിന് എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ പറയുന്നു. ഈ എൻ്റെ സുഹൃത്ത് ആരോഗ്യമായ സംവിധാനം ചെയ്ത ഈ ഷോർട്ട് ഫിലിമിൽ എനിക്ക് മുത്തശ്ശനായി ഒരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം പറ്റുകയും അത് കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർ കണ്ടു. ഇതിനകം അതിന് മറ്റ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു വൻ വിജയമാകട്ടെ എന്നും ഇതിൻ്റെ പേരിൽ പ്രസിഡന്റ് അമ്മയടക്കിയ എന്തെങ്കിലും അവാർഡുകൾ വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ലോകം അങ്ങനെയാണ് എന്ന ഈ ഫിലിമിൻ്റെ ക്യാമറ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇത് തിയേറ്ററിൽ വന്നപ്പോൾ, തിരുവനന്തപുരം SP തിയേറ്ററിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമ കണ്ട ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളെ വെച്ച് കുറച്ച് ദിവസങ്ങൾ, 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ക്യാൻവാസിൽ വലിയൊരു കഥ പറയാനായിട്ട് പറ്റി. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡയറക്ടറായ ജസീന്ത മോറിസിനാണ്. കാരണം അവരുടെ ഒരു ഇച്ഛാശക്തി, കഥയും തിരക്കഥയും സംഭാഷണ സംവിധാനവും പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വലിയ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും സക്സസ് ആവാനും അതിലൂടെ ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേരാനും ഒരു ജഗദീശൻ്റെ ആ ഭാഗ്യം, അത് നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷം. നന്ദി. നമസ്കാരം, ഞാൻ പ്രീത കുളത്തൂർ. ഞാൻ ജസീന്തയുടെ ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിമിൽ ഒരു മുസ്ലിം വേഷമാണ് ചെയ്തത്. ഒരു കോളനിയിലെ അന്തേവാസിയായിട്ടാണ്. ഒരു കോളനി എങ്ങനെയെന്നും എങ്ങനെയാണ് അവിടുത്തെ ജനജീവിതമെന്നും ഒക്കെ ഉള്ളത് വരച്ചു കാട്ടി ഇന്നത്തെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ, കൗമാരക്കാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും വിഷമങ്ങളും
അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എന്തൊക്കെ വിപത്താണ് മയക്കുമരുന്നിന്മേൽ ഉണ്ടാകുന്നതെന്നും ഒക്കെ ഉള്ള ഒരു കഥയാണ് ഈ ലോകം അങ്ങനെയാണ്. അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. എല്ലാവരും കാണണം, കണ്ട് ആശംസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രിയാശ്യം. ഞാൻ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമാണ്. ലോകം അങ്ങനെയാണ് എന്ന ജസീന്ത മോറിസിൻ്റെ ഷോർട്ട് ഫിലിം, അതിൽ മാധ്യമപ്രവർത്തകയായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനീതിയും അക്രമങ്ങളും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം അതിപ്രസരതയും അത് ഉണ്ടാക്കുന്ന രൂക്ഷമായ പ്രശ്നങ്ങളുമാണ് ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിമിൽ പ്രതിപാദിക്കുന്നത്. അതിനെതിരെ ഈ സമൂഹ വിപത്തുകൾക്കെതിരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിം. ജസീന്ത ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ സംഘകലാസ അതുല്യ കലാപ്രതിഭയായ ശ്രീമതി ജസീന്ത മോറിസ് കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം ചെയ്ത ലോകം അങ്ങനെയാണ് എന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഷോർട്ട് ഫിലിമിലെ MLA ആയി അഭിനയിച്ച വ്യക്തിയാണ്. നിരവധി ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും അഭിനയിച്ച എനിക്ക് ജസീന്ത മാഡത്തിൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഞാൻ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷകരമായി ആ സിനിമ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞ ജസീന്ത മാഡത്തിന് എല്ലാവിധ ഭാവുക ആശംസകളും നേരുന്നു. താങ്ക് യു. സെബാസ്റ്റ്യൻ ജൂലിയാൻ. ഞാനിതിലൊരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും അത് യൂട്യൂബിൽ അപ്ലോഡായിട്ടുണ്ട്. വളരെയേറെ വ്യൂവേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സമൂഹത്തിന് വളരെ സന്ദേശം നൽകുന്ന, അല്ലെ ഗുണകരമായ ഒരു സന്ദേശം നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് അതെല്ലാവരും കണ്ട് അതിൽ വിജയത്തിലേക്ക് എന്നെ നയിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഗിരിജ. ഈ ഒരു ലോകം അങ്ങനെയാണ് എന്നൊരു ഷോർട്ട് ഫിലിമല്ല, ഷോർട്ട് ഫിലിം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ സിനിമ തന്നെയാണ്. അതിതാ 10 മണിക്കൂറേ ആയിട്ടുള്ളൂ അത് യൂട്യൂബിൽ അപ്ലോഡായിട്ട്. ഇപ്പം നോക്കിയപ്പോൾ തന്നെ 2K സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു. അതിന് ഒരുപാട് താങ്ക്സ് ആണ്. ഇത് പ്രത്യേകിച്ച് ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, നിർമ്മാണം എല്ലാം ഓൾ ഇൻ ഓൾ ഒരു എന്നെപ്പോലെ ഒരു ലേഡിയാണ് എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാമിന് ഒരുപാട് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ ചെയ്യാനുള്ള ആയുസ് ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു വൻ വിജയമാക്കി തീരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അതിലൊരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ ശാന്ത എസ് നായർ. ബഹുമുഖ പ്രതിഭയായ ശ്രീമതി ജസീന്ത മോറിസ് രചിച്ച് സംവിധാനം, നിർമ്മാണം നിർവഹിച്ച ലോകം അങ്ങനെയാണ് എന്ന ഒരു പടത്തിൽ എനിക്ക് ചെറിയ വേഷം കിട്ടി. ഞാൻ വളരെ സന്തുഷ്ടയാണ്. കാലിക പ്രസക്തമായ സംഭവങ്ങളെ ആസ്പദമാക്കി ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ അത് തയ്യാറാക്കി ചെയ്ത ശ്രീമതി ജസീന്ത മോറിസിന് ഇനിയും ഒരുപാട് കഥകൾ ഇതുപോലെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമ തന്നെ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ശ്രീജ. ജസീന്ത മോറിസ് സംവിധാനം ചെയ്ത ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചു. ഈ സിനിമ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന സിനിമകളെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചു. ഇത് ഈ സമൂഹത്തിൽ വളരെ നല്ലൊരു സന്ദേശമാണ് ഈ സിനിമ നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാവും. കൊച്ചു കുഞ്ഞുങ്ങൾക്കും പാരൻസും എല്ലാവർക്കും ഇത് കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഉപകാരപ്രദമാകുന്ന ഒരു സിനിമയാണ്. എൻ്റെ പേര് പ്രഭാ ഗണേശൻ. ഞാൻ ആദിവാസി കോളനിയിലെ ഒരു ആദിവാസിയാണ്. ജസീന്ത മാഡത്തിൻ്റെ ഒരു വേണ്ടി അഭിനയിക്കുകയാണ്. എല്ലാവരോടും ആശംസിച്ചു. ലോകം അങ്ങനെയാണ് ഒരു സീനിയർ സിറ്റിസനായ ഒരു സ്ത്രീക്ക് എന്തുമാത്രം ഒരു സിനിമ എടുക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കഥ എഴുതിയത് ഞാനായിരുന്നു. ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച കഥയുമാണ്. അത് ഞാൻ തിരക്കഥയാക്കി സംഭാഷണം എഴുതിച്ച് അത് സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല അതിലൊരു സൂപ്പർ ഹിറ്റ് ഒരു ഗാനമുണ്ട്, ഏറെ ജനപ്രീതി നേടിയ ഒരു ഗാനം. ആ ഗാനത്തിൻ്റെ രചയിതാവും ഞാൻ തന്നെ, അതിൽ ഗാനം ആലാപനം അതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ. ഇത് കൂടാതെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ആയപ്പോൾ കുറേ പേരുടെ ശബ്ദം നൽകാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറുകയുണ്ടായി. തീർന്നില്ല, ഇത് മലയാളത്തിൽ മാത്രമായാൽ യൂട്യൂബിലിട്ടാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല, പ്രേക്ഷകരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും.
മലയാള ഭാഷ അറിയാത്തവരും ഇത് കാണണമെങ്കിൽ ആംഗ്ലേയൻ ഭാഷ തന്നെ വേണം. അതുകൊണ്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നൽകേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നൽകാനും ഞാൻ തന്നെയാണ് ആ പണിയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത്രയും റോളുകൾ ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തികളും കൈകാര്യം ചെയ്തിട്ടാണ് ലോകം അങ്ങനെയാണ് എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത്. നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം അതിൽ നൽകിയ വളരെ ആഴമുള്ള സന്ദേശത്തിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കുകയും എന്നോടൊപ്പം നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ജസിന്ത മോറിസ്.